ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിങ്ങനെ ഭാരതപ്പുഴയിലെ തടയണയിലേക്ക് വന്നതാണ്. അപ്പോൾ വൈകിട്ട് ഇങ്ങനെ അസ്തമയം കുറച്ച് നേരം പുഴയിലത്തെ കാറ്റൊക്കെ കൊള്ളാച്ചിട്ട് വന്നതാണ്. അപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് തടയണ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളം നന്നായിട്ട് തടയണ മേലേക്കടെ ഒഴുകുന്നുണ്ട്. കുറേ ആൾക്കാർ കുളിക്കാനൊക്കെ വന്നിട്ടുണ്ട്, വെള്ളത്തിൽ നീന്താനായിട്ടും. അപ്പോൾ ഫുള്ളായി അടച്ചിട്ട കാരണം വെള്ളം മേലേക്കടെ നല്ല ചാടുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറേ കോളേജ് പിള്ളേർ വന്നിട്ട് എന്തോ ഷൂട്ട് ചെയ്യുന്നുണ്ട് അവിടെ, ഡാൻസൊക്കെ. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാറായി. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച കാണാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ വന്നതാണ്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്. നമ്മുടെ ഭാരതപ്പുഴത്തെ കുറേ കാലങ്ങളായിട്ട് ഉള്ള വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെ തടയണ വന്നതാണ്. കുറച്ച് വർഷമായി. അത് കാരണം ഇപ്പോൾ ഇവിടെ ഈ ചുറ്റുവട്ടത്തൊക്കെ ഞങ്ങൾക്ക് വെള്ളമുണ്ട്, കിണറിലൊക്കെ വെള്ളമുണ്ട്. അപ്പോൾ നീന്താനൊക്കെ സുഖമാണ്, നീന്താൻ അറിയണവർക്ക് സുഖമാണ്. നീന്താൻ അറിയാത്തവരൊന്ന് ചാടി കഴിഞ്ഞാൽ വെള്ളത്തിൽ പോവും. കുറച്ച് അത്യാവശ്യം ആഴമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അസ്തമയം കാണാം, ടൈമും പോലും വെച്ചിട്ട് ഇങ്ങനെ വന്നതാണ്. ഞങ്ങളിങ്ങനെ കരയിലിരിക്കുകയാണ്, അസ്തമയം ആൾക്കാർ നീന്തണമൊക്കെ കണ്ടിട്ട്. ഇതിന് മേലക്കടെ ആറ്റം വരെ പോവാ, പക്ഷെ ഭയങ്കര വഴുപ്പാണ്. രണ്ട് പയ്യന്മാർ വന്നിട്ടുണ്ട്, നല്ല നീന്താറിയണ ടീമുകളാണ്. അപ്പൊ അവര് ഇവിടുന്ന് ചാടാൻ വേണ്ടി നോക്കുകയാണ്. ഇവിടെ നല്ല ആഴാണ്. ആദ്യത്തെ ആ ചാട്ടം അങ്ങോട്ട് ചാടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ചാടി കഴിഞ്ഞാൽ പിന്നെ ഒരുത്തൻ ചാടി. ഈ ഒരുത്തൻ ഇവിടെ നിൽക്കുന്നുണ്ട്, അവൻ ചാടാൻ വേണ്ടിയിട്ട്. അവൻ നല്ല നീന്താൻ അറിയണ ഒരു പയ്യനാണ്. പിന്നെ ഒരു 3-4 ദൂരത്ത് കിടക്കുന്നുണ്ട്. അവിടെ കുറച്ച് മണലുണ്ട്. ഈ അറ്റത്ത് ഈ വെള്ളം ചാറിനേൻ്റെ ഈ സൈഡിൽ നല്ല ആഴമുണ്ട്. പോയാൽ പിന്നെ മണലാണ്. നല്ല മണൽ വന്ന് അടിഞ്ഞിട്ടുണ്ട്. മണലൊക്കെ എടുത്ത് കളയാച്ചാൽ പിന്നെ ഇതിൽ നീന്താൻ നല്ല പേടിക്കണം. അത്രയും നീന്താറണവർക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ പഴയ കൊച്ചിൻ പാലം കാണാം, ബ്രിട്ടീഷുകാരൊക്കെ കയറ്റി. അത് ഇപ്പോൾ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ അതിൻ്റെ 2 കാലുകളൊക്കെ പോയി നല്ല ഒടിഞ്ഞ് തൂങ്ങി നിൽക്കുകയാണ് നമ്മുടെ പഴയ പാലം. ഇവർ ഇവിടുന്ന് ചാടാൻ തുടങ്ങി. ഇവൻ ചാടാൻ വേണ്ടി കുറേ നേരം ഇവൻ ചാടാൻ വേണ്ടി നീന്താൻ അറിയാവന്. പക്ഷേ അവൻ ആദ്യത്തെ ചാട്ടം ഒരു ഇതാണല്ലോ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. കുറേ നേരമായി അവൻ ചാടാൻ വേണ്ടി നോക്കണിട്ട്. അങ്ങനെ പിന്നെ ഇതാ കുറേ കുട്ടികൾ അവിടെ വന്നിട്ടുണ്ട്. ഇവരോടൊപ്പം വന്ന കുറച്ച് കുട്ടികളപ്പുറത്ത് അടിയിൽ വെള്ളത്തിൽ ചാടി കളിക്കുന്നുണ്ട്. കുറേ കോളേജ് പിള്ളേർ വന്നിട്ടാണ് അവിടെ ഡാൻസ്. മൊബൈലിൽ കുറേ നേരം ഡാൻസ് കളിച്ചെടുക്കണം, വീഡിയോ എടുക്കണം. ഇതിൻ്റെ അടിയിൽ നിന്ന് വേറെ ഒരു വൈബാണ്. അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ മേലെന്ന് വെള്ളം ചാടുന്നത് കാണാം. ഷട്ടർ ഇങ്ങനെ അടച്ചിട്ട കാരണമാണ് ഇപ്പോൾ വെള്ളത്തിന് മേക്കടെ ഒഴുകി പോകുന്നത്. വേനൽക്കാലം അടച്ചിട്ട കാരണം. ചില ടൈമിൽ മൊത്തം തുറന്നു. അപ്പോൾ പിന്നെ ഇതിൽ ഇത്ര വെള്ളമൊന്നും ഉണ്ടാവില്ല. മേലക്കടെ ചാടുന്നത് ഉണ്ടാവുള്ളൂ. ഇവൻ കുറേ നേരമായി ചാടാൻ വേണ്ടിയിട്ട്. കുറേ നേരം ഇതിൻ്റെ മേലെ വന്നിട്ടും കുറേ അടിയിലേക്ക് പോകും. എന്താണെന്നറിയില്ല. അവൻ നീന്താൻ അറിയുന്നതാണ് പറഞ്ഞത്. കുറേ നേരം അങ്ങോട്ടും കൂടി ചാടാൻ തുടങ്ങിയിട്ട്. ഇവൻ 2-3 പ്രാവശ്യം ചാടിയിട്ട് ഇപ്പോൾ മേലേക്ക് കയറി വന്ന സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് ഇങ്ങനെ അടിയിലേക്ക് എത്താറായി. അപ്പം ഞങ്ങൾ ചെറിയ വീഡിയോ എടുക്കാം. കുറച്ച് നേരം പോലും വെച്ചിട്ട് ഇങ്ങനെ വന്നാണ്. വെള്ളം കുറവാണ്. വെള്ളം ഇവിടെ കെട്ടി നിൽക്കും. പക്ഷെ അവൻ ചാടിയിട്ടോ, അവനതാ ചാടി. അവൻ അടിയിൽ പോയി. നല്ല നീന്താറണവനെന്ന് പൊങ്ങിയിട്ടില്ല. അതാ അവനും ചാടി. അത് അപ്പുറത്ത് പൊങ്ങി. നീന്താറണ ആളാണ്, അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ നല്ല ആഴുണ്ട്. ആ മേലെന്ന് ഇങ്ങനെ ആഴം കൂടുതൽ കാരണം ചാടാൻ ഫസ്റ്റത്തെ ഒരു ചാട്ടത്തിൻ്റെ ഒരു പ്രശ്നമാണ്. പിന്നെ ചാടിപ്പോളും. ചെറിയ കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. സൂര്യൻ